രാജിക്കത്ത് കൊടുക്കാൻ തന്നെയാണ് സ്പീക്കറെ കണ്ടതെന്ന കാര്യത്തിൽ സംശയമില്ല. ദിലീപ് കുമാർ, ഇനി എന്ത്? SKN PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. രാജിക്കത്ത് സ്പീക്കർ AN ഷംസീറിന് ഔദ്യോഗികമായി നേരിട്ടെത്തി തന്നെ PV അൻവർ കൈമാറിയിരിക്കുന്നു. രാജിക്കത്ത് കൈമാറിയതോടുകൂടി ഇനി നിലമ്പൂരിലെ മുൻ MLA ആണ് PV അൻവർ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയാണ്. അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും നിലമ്പൂരിൽ PV അൻവർ സ്ഥാനാർത്ഥിയായി വരുമോ, അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ ഭാഗമായിരിക്കും എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടുകൂടിയാണ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ പ്രകാരം സ്വതന്ത്രനായി ജയിച്ച ഒരു MLA അല്ലെങ്കിൽ MP അദ്ദേഹം പിന്നീട് ഒരു പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടും. അങ്ങനെ അയോഗ്യനാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. MLA സ്ഥാനം അല്പസമയം മുമ്പാണ് നേരിട്ടെത്തി തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൽ സ്പീക്കറുടെ ഓഫീസിൽ നേരിട്ടെത്തി ഈ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. നിലമ്പൂരിൽ ഏറെ കാലമായി വലിയ രാഷ്ട്രീയ ഉദ്യോഗങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയിട്ടുള്ള PV അൻവർ നേരത്തെ 2016 മുതൽ ഇടതുമുന്നണിയുടെ MLA ആയിരുന്ന PV അൻവർ CPIM-ന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന, പിണറായി വിജയന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വക്താവെന്ന നിലയിൽ തന്നെ പലപ്പോഴും സൈബർ ഇടങ്ങളിലും പുറത്തുമൊക്കെ പ്രതികരിച്ചിരുന്ന നേതാവായിരുന്നു PV അൻവർ. MLA ആയിരുന്നു PV അൻവർ. അദ്ദേഹം പിന്നീട് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെറ്റുകയും CPIM-നും പിണറായി വിജയനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹം ഇടതുമുന്നണിയുടെ ഭാഗമല്ലാതായി മാറുകയും ചെയ്തിരുന്നു. പിന്നീട് പല മുന്നണികളിലും, അതായത് ദേശീയ തലത്തിലുള്ള പല പാർട്ടികളിലുമൊക്കെ അദ്ദേഹം അവസരം തേടിയിരുന്നു. DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയവയിലൊക്കെ അദ്ദേഹം ചേരുന്നതിനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ എങ്ങും എത്തിയില്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും തൃണമൂൽ കോൺഗ്രസിൽ അദ്ദേഹം അംഗമാവുകയും ചെയ്തു. തൃണമൂലിൻ്റെ കേരള കോർഡിനേറ്ററായാണ് ഇപ്പോൾ PV അൻവർ വരാൻ പോകുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടനുണ്ടാകും. ഇപ്പോൾ അതിന് വഴിയൊരുക്കിക്കൊണ്ട് MLA സ്ഥാനം, നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. 2016-ലും 2021-ലും നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. രാജിക്കത്ത് സ്പീക്കർ AN ഷംസീറിന് നേരിട്ടെത്തി PV അൻവർ കൈമാറിയിരിക്കുന്നു. SKN എന്തായാലും നിലമ്പൂരിലെ മുൻ MLA എന്ന സ്ഥാനം PV അൻവറിന് കിട്ടിയിരിക്കുന്നു. 2 തവണ നിലമ്പൂരിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് വന്ന PV അൻവർ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് പുറത്താകാതിരിക്കാൻ, ആ നിയമത്തിൻ്റെ കൂച്ചുവിലങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ മുൻകരുതൽ നടപടി എന്ന രീതിയിലാണ് നിലമ്പൂരിലെ MLA സ്ഥാനം PV അൻവർ MLA സ്പീക്കറെ നേരിട്ട് കണ്ട് രാജിവെച്ചത്. ഇപ്പോൾ കാണുന്ന സ്പീക്കറെ കണ്ടതിന് ശേഷം PV അൻവർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇപ്പോൾ വരുന്നത് വെറും PV അൻവറാണ്. അകത്തേക്ക് പോയത് PV അൻവർ MLA ആയിരുന്നു. രാജിക്കത്ത് സ്പീക്കർക്ക് യഥാസമയം കൈമാറി. ഇനി മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പത്രസമ്മേളനം വിശദമായി നടത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമെന്നാണ് അറിയുന്നത്. എല്ലാ കാര്യങ്ങളും പ്രസ് മീറ്റിൽ പറയാം. നമുക്ക് അങ്ങോട്ട് പോയില്ലേ, എല്ലാ കാര്യങ്ങളും പ്രസ് മീറ്റിൽ മാത്രം പറയാം എന്നാണ് PV അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഡ്രാമ അതിൻ്റെ അവസാനമെന്നോണം രാജി സമർപ്പിച്ചിരിക്കുന്നു. ഇനി നാടകാന്തം എന്താണ് കവിത്വമായി മാറാൻ പോകുന്നത് മാധ്യമ സമ്മേളനത്തിൽ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. PV അൻവർ മുൻ MLA ആയി മാറിയിരിക്കുന്നു. നമുക്കൊപ്പം ഷെഫീദ് റാവുത്തർ കൂടി ചേരുകയാണ്. സലീം മാലിക് ചേരുകയാണ്. സലീം, PV അൻവർ രാഷ്ട്രീയ കണക്കുകൂട്ടലിൻ്റെ അന്ത്യം എന്ന നിലയിൽ തന്നെയാണോ ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത്? അദ്ദേഹം സ്പീക്കറുമായി സംസാരിക്കാതെ രാജി സമർപ്പിച്ച് മടങ്ങുകയായിരുന്നു. നമുക്കപ്പോൾ R. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, കുറേ രാഷ്ട്രീയ നാടകങ്ങൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ ടെലിവിഷൻ സ്ക്രീനുകളിൽ അവതരിപ്പിച്ച PV അൻവർ അങ്ങനെ രാജി കത്ത് കൈമാറിയിരിക്കുന്നു എന്ന വാർത്ത. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. മുൻ നിയമസഭാ അംഗം PV അൻവർ എന്ന മേൽവിലാസം അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നു. പറയും.
SKN ഗുഡ് മോർണിംഗ്. 8 വർഷത്തിലേറെ നീണ്ട നിയമസഭാ ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂർ MLA PV അൻവർ സ്പീക്കർക്ക് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ കേരള കോർഡിനേറ്ററായി അംഗത്വം എടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് രാജി. സ്വതന്ത്രനായി ജയിച്ച ഒരാൾ പിന്നീട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നാൽ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരും. അത്തരം നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഇനി നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമോ എന്നതാണ് ചോദ്യം. ഇനി ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷവും 4 മാസവും മാത്രമാണ് ബാക്കി. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ 1 വർഷവും 4 മാസവും ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാത്തൊരു ചരിത്രമുണ്ട്. 2016-21 നിയമസഭയുടെ കാലത്ത് ചവറയിലും ഒപ്പം തന്നെ കുട്ടനാട്ടിലും അന്നത്തെ MLA മാർ മരിച്ചിരുന്നു. ആ കാലത്ത് 1 കൊല്ലവും 1.5 കൊല്ലവും ഒക്കെ ബാക്കിയുള്ളപ്പോഴാണ് ഈ MLA മാരുടെ നിര്യാണമുണ്ടായത്. അവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. ഇനി അതേ മാതൃകയിൽ ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങും എന്ന കാര്യം സംശയമില്ല. കാരണം ഈ PV അൻവറിനെ പിന്തുണയ്ക്കാൻ UDF മുന്നോട്ട് വരുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികൾ മുന്നോട്ട് വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരും. എന്തായാലും LDF-ഉം UDF-ഉം ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണ് നിലമ്പൂർ. അവിടെ അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള ആളുകൾ പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചു വന്നു. UDF നേതൃത്വത്തിനും സമാനമായ എതിർപ്പുണ്ടായിരുന്നു. മാത്രമല്ല ലീഗാണ് ഒരല്പമെങ്കിലും അനുഭാവം പുറമേക്ക് കാണിച്ചത്. എന്നാൽ മുന്നണിയുടെ പൊതു രാഷ്ട്രീയ തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്ന് ലീഗ് നേതൃത്വവും കോൺഗ്രസിനെ അറിയിച്ചതുകൂടിയാണ് അൻവറിന് മുന്നിൽ UDF-ന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടത്. എന്തായാലും പുതിയ രാഷ്ട്രീയ ഭാഗ്യപരീക്ഷണം എന്ന നിലയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് അദ്ദേഹം ചേർന്നിരിക്കുന്നത്. തൃണമൂലിന് കേരളത്തിൽ എത്രത്തോളം വലിയ വേരോട്ടം നടത്താൻ കഴിയും എന്ന കാര്യം കണ്ടു തന്നെ അറിയണം. എന്തായാലും നിയമസഭാ ജീവിതത്തിന് വിരാമം വിട്ടുകൊണ്ട് അൻവർ ഇപ്പോൾ രാജിക്കത്ത് നൽകി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. SKN. സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ